ഈ മുകേഷിന്റെ പറ്റി കഥ പറഞ്ഞാൽ കേട്ടില്ല നിങ്ങൾ? മുകേഷിന്റെ എന്നെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി. ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞു. അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ. ഇതെല്ലാവരും എല്ലാ പടത്തിലും കാണും. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും കുടുംബകാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഉണ്ട് ഒരു പടത്തിന് കുറേ ആർട്ടിസ്റ്റ്. CBI ഡയറക്ടർ കൊടുക്കുന്ന ഒരു സിനിമ നിങ്ങൾക്കൊക്കെ അറിയാം. ആ സിനിമയുടെ കുറേ പേര് ക്യാപ്റ്റൻ രാജേട്ടൻ അവരെല്ലാം ഇന്ത്യയുണ്ട്. അപ്പോൾ മുകേഷ് ഇങ്ങനെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയിരിക്കുന്നു. നോക്കുന്നു, ഒരു പേനയും ഒരു പേപ്പറും എടുത്തു. എന്താ വിളിച്ചിട്ട് എന്തെന്നാ എഴുതുന്നേ? ഋഷി എന്നെ കളിയാക്കുന്നു. ഋഷി എനിക്ക് പാട്ടൊക്കെ എഴുതുന്നു. ഋഷി കണ്ടൂടെ നമ്മുടെയൊക്കെ നാടകം കുടുംബത്തിൽ എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവരൊക്കെ പറയുമ്പോൾ മുകേഷ് പാട്ട് എഴുതുന്നത് പാട്ട് എഴുതാൻ ആളില്ല, എനിക്ക് വയലാറെന്നാണ് വിചാരം എന്നൊക്കെ പറയും. അപ്പോൾ ഉടനെ എനിക്ക് സെന്റിമെന്റ്സ് വരും. നമ്മൾ ആരും പറഞ്ഞു മുകേഷൊക്കെ അങ്ങനെ പറയും. പിന്നെ ഇവരാണ് തീരുമാനിക്കുന്നത്. മുകേഷൊക്കെ എഴുതും. മുകേഷ് എഴുതിയിട്ട് എന്നെ വായിച്ച് കേൾപ്പിക്കും. ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്ത് ഒരാളായിട്ട് നിൽക്കുക. അപ്പോഴീ ഒറിജിനൽ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ മറന്നു പോകുന്നു. പിന്നെ ഞാൻ പറ്റിപ്പോകും. ശരി പക്ഷേ ഇങ്ങനെ എന്നിട്ട് ബസ്സിന്റെ കളിയാക്കത്തില്ല. നമ്മൾ ഇല്ലേട്ടാ കളിയാക്കത്തില്ല. തിരുനെല്ലി കാട് പൂത്തു, തിന തിന്നാൻ കിളി ഇറങ്ങി, കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ. അങ്ങനെ അങ്ങനെ പറഞ്ഞു. ഒരു സൂപ്പറായിരിക്കുന്നു മനുഷ്യൻ. അയ്യോ നല്ല കുറച്ച പ്രാസമൊക്കെ ഒപ്പിച്ച് ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ? പക്ഷെ ഞാൻ അവിടെ കൊണ്ട് കഴിയുന്നിട്ട് അവരുടെ അടുത്തുകൊണ്ട് പേപ്പർ അയച്ചാൽ ഭയങ്കര അവരുടെ എക്സ്പ്രഷൻ കണ്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നത്. ഞാൻ ഉപേക്ഷിച്ചിട്ട് അവരെയൊന്നും ഭാഗവയ്ക്കലും ഉപേക്ഷിക്കാം. ഞാൻ ട്യൂൺ ചെയ്യട്ടെ ചേട്ടാ. അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ ഡ്രാമ. അവിടെയാണ് എന്റെ നാണക്കേട്. അപ്പൊ ഞാൻ ശരിയാക്കാം. ഞാൻ പലരും തിരുനെല്ലി കാട് പൂത്തു തിന തിന്ന. എന്തൊരു ട്യൂൺ. ഞാൻ പറഞ്ഞു പോവാൻ എന്തൊരു ട്യൂൺ. ചേട്ടാ ഇത് സൂപ്പറായിരിക്കും കേട്ടോ, നന്നായിരിക്കുന്നു. ആണല്ലേ ഋഷി? ഇത് ഋഷി ചോരയെ കാണിക്കല്ലേ. എനിക്ക് പരിഹാസം കേൾക്കാൻ വലിയ ഋഷി. നമ്മുടെ കുടുംബത്തിന്റെ വാല്യൂ ആർക്കും അറിയണം. അപ്പൊ ഞാൻ ഭദ്രമായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ടോ മുകേഷിന്റെ പാട്ട് ഇല്ല അവരുടെ അറിയാം കേട്ടോ. ബഹദൂറെങ്കിലും മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക്. മുകേഷിന്റെ പാട്ട് നോക്കിയിട്ട് നടക്കാതെ. അപ്പൊ ഞാനിത് വിളിച്ചു. എന്നിട്ട് ഞാൻ സൂപ്പറായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ എറണാകുളത്ത് പോവുക വേറൊരു പടത്തിന് ഷൂട്ടിങ്. വണ്ടി കയറിയിരുന്നപ്പോൾ നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റായിട്ട് പോയ കുട്ടപ്പനാണ്. കുട്ടപ്പന്റെ വണ്ടിയാ. അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും. ഭയങ്കര സ്പീഡാണ്. ഇതിന് 5 മിനിറ്റ് കുട്ടപ്പ പാട്ട് കുറെ പാട്ടുകൾ പിന്നെ വന്ന് അടുത്തത് ഒരു പാട്ട് കാസറ്റാണ്. യേശുദാസും ഇത് ചേർന്ന് ആലപിക്കുന്ന ഗാനം. നേരത്തെ കാസറ്റ് ഉറപ്പുമല്ലോ. ദാസേട്ടും വേറെ തിരുനെല്ലി കാട്. അയ്യോ അതിനിടയ്ക്ക് ഈ പാട്ട് സിനിമയിൽ എടുത്തോ? ഞാൻ പാട്ട് കഴിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നലെ മുകേഷ് എഴുതിയ പാട്ട് ഇന്ന് സിനിമയിൽ വന്നിരിക്കുന്നു. ചേച്ചി ഇത് ജോഷി സാറിന്റെ പടത്തിലെ പാട്ട് മുകേഷ് പാർവതിയും അഭിനയിച്ച് ഞാൻ എന്നെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ അപ്പ കൈ കിട്ടിയില്ല. എനിക്ക് മോനൊക്കെ ഇത് സഹിക്കാറില്ല. ഞാൻ ആ ലൊക്കേഷനിലെ എല്ലാവരോടും പറഞ്ഞു ഈ പാട്ടിനെ കുറിച്ച്. താഴെ ദിവസം കഴിഞ്ഞ് പോകണം. അതായത് മുകേഷിനെ കാണുന്നവിടെ എല്ലാവരും മുന്നിൽ ചെന്ന് പറഞ്ഞ് തോപ്പിക്കാൻ ഒന്നും പറഞ്ഞ് തോപ്പിക്കാൻ പറ്റില്ല. ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാൽ നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ്. സത്യത്തിൽ ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ മുകേഷിന്റെ അത്ര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിരിപ്പിക്കുകയും ഒരു സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ പറ്റിക്കാനൊക്കത്തില്ല. ഞാൻ തോറ്റു പോവുകയാണ്. ഈശ്വര ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണുക ചെന്നുള്ള ലൊക്കേഷൻ. ഗുഡ് മോർണിംഗ് പാട്ടുകളുടെ മുകേഷിന്റെ ഓരോരുത്തർ. പക്ഷെ എനിക്ക് അറിഞ്ഞുണ്ടാവും. എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടാണ്. ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ്. അതുപോലെ ഏതെല്ലാം സന്ദർഭത്തിൽ അത് ഈ പടത്തിൽ മുകേഷിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ലൊക്കേഷൻ കൊണ്ടുപോകാൻ പറ്റില്ല. അയ്യോ സൂപ്പറായിരിക്കും. കാരണം ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ് സത്യത്തിൽ.
കുറേ കഥ കേൾക്കാം, നമ്മളെ തന്നെ പരിഹസിക്കും, നമ്മളെ തന്നെ പറ്റിക്കും, എന്നാലും കൂടെ നമ്മൾ കഥ കേൾക്കും. അങ്ങനെ എന്തായാലും പ്രൊഡക്ഷൻ ഹൗസ് ഐശ്വര്യമായിട്ട് അഭിലാഷ് ഞാനിപ്പം ഒരു പടം ചെയ്തു, അതിൻ്റെ റിലീസ് ഉടനെ ഉണ്ടാവും.